2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്ന ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ BJP RSS മുന്നണിക്ക് നേരെ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധ്യത വളരെ പ്രകടമായിട്ട്, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി എന്നുള്ള നിലയിൽ പക്ഷേ ഇപ്പോൾ അതിനുശേഷം വന്ന മഹാരാഷ്ട്ര, ഹരിയാന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പും ഈ ഏറ്റവും അവസാനം ബീഹാറിലെ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ ഇത് അങ്ങനെയുള്ളൊരു സാധ്യത തീരെ മങ്ങെന്ന് മാത്രമല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒരു ഇൻവിൻസിബിൾ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വീണ്ടും വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മോദി മാത്രമല്ല, മോദിയുടെ പൊളിറ്റിക്സ് അതിന് അവർ പലതരത്തിൽ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. അതൊരു അവർ വർഗീയത പറയേണ്ടടുത്ത് വർഗീയത പറയും, വികസനം പറയേണ്ടടുത്ത് വികസനം പറയും. ഇതുകൊണ്ട് മനുഷ്യർക്കത് ബീഹാർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏറ്റവും അവസാനം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. അതിലാണ് 20 വർഷം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയെ വീണ്ടും മനുഷ്യർ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ ആശങ്കയോടുകൂടിയും സൂക്ഷിച്ചും കാണേണ്ട ഒരു കാര്യമാണ്. ബീഹാർ പോലെ വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള മനുഷ്യർ, എനിക്ക് തോന്നുന്നു 80-ന് ശേഷം അവിടെ ഭരിച്ചത് മുഴുവൻ 80-കൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 80-ന് ശേഷം മിക്കവാറും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായ കാലം എനിക്ക് തോന്നുന്നു ജഗന്നാഥ മിശ്ര ഒരു ചെറിയ പീരീഡിലുണ്ടായത്. അതൊഴികെ കഴിഞ്ഞ് ഏകദേശം 50 വർഷമായിട്ട് അവിടെ ഭരിക്കുന്നത് മറ്റു പാർട്ടികളാണ്. അപ്പം അവിടെ പോലും ഈ നരേന്ദ്രമോദിയുടെ പാർട്ടി ഇപ്പോൾ ഏറ്റവും വലിയ ഒന്നാമത്തെ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു ആലോചിക്കേണ്ട, വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അതിനർത്ഥം നമ്മുടെ നാട്ടിലെ സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസൊക്കെ മുഴുവൻ ഇതോടുകൂടി ഇല്ലാതായി പോയി എന്നുള്ള തോന്നലൊന്നും ഞാൻ ഷെയർ ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത, മനുഷ്യരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത നേതൃത്വം കൊണ്ടു നടക്കുന്ന പാർട്ടികൾ, അപ്പുറത്തുള്ള ഒരു പരിപൂർണ സജ്ജമായിട്ടുള്ള ഒരു ഇലക്ഷൻ മെഷീനറി, ഈ തമ്മിലുള്ള ഫൈറ്റ്, ഈ റിയലിസ്റ്റിക് ആയിട്ട് ഈ കാര്യങ്ങളെ കാണാൻ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവാത്തിടത്തോളം കാലം അവർ വളരെ സോളിഡാണ്, അവർ വളരെ സീരിയസ് ആണ്. അല്ലേ, അതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ, BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പലപ്പോഴും ഇപ്പോഴും നമ്മുടെ പ്രതിപക്ഷം ഏതാണ്ട് അവരൊരു ആബറേഷൻ സംഭവിച്ചു എന്ന് പറയുന്ന നിലയിലാണ് കാണുന്നത്. അതല്ല, അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 30-35% വോട്ട് നേടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും അവർക്ക് ഒരു ഇലക്ട്രൽ മെജോറിറ്റിക്ക് വേണ്ടുന്ന മുന്നണികൾ ഉണ്ടാക്കാനായിട്ട് അവർക്ക് വളരെ കൃത്യമായ ഒരു പദ്ധതിയും ഒരു പ്ലാനുമായിട്ട് നീങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതിനെ ഏതാണ്ട് തീരെ അവഗണിച്ചുകൊണ്ട് ഈ നമ്മുടെ ഒരു വളരെ പരിമിതമായ നിലയിൽ വർഗീയത വേഴ്സസ് സെക്കുലറിസം എന്ന് പറയുന്ന ഒരു സാധനത്തിലൂടെ മാത്രമായിട്ട് എനിക്ക് തോന്നണില്ല ഇനിയുള്ള കാലത്ത്. അല്ലെങ്കിൽ അതിന് സാധ്യമാകുന്ന എന്താണ് ഒരു ഭൗതിക സാഹചര്യം. ഇപ്പം BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിങ്, BJPയുടെ ഈ പറഞ്ഞ പോലെ ജേക്കബ് പറയുന്ന പോലെ വർഗീയതയാണെങ്കിൽ വർഗീയത, വികസനമാണെങ്കിൽ വികസനം എന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഭൗതിക സാഹചര്യം എന്താണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, അതിനെ ഏത് നിലയിൽ നമ്മൾക്ക് മനസ്സിലാക്കാം, അതിനെ അല്ലെങ്കിൽ മറികടക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ എങ്ങനെ രൂപീകരിക്കാം, ഇതെല്ലാത്തിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ ഒരുപക്ഷെ ഒരു ബദൽ സംഭവമായിട്ട് മാറാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.